പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കൂട്ടായ്മയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. കൂട്ടായ്മയുടെ ആദ്യത്തെ അല്ലെങ്കിൽ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു മാതൃകയായിട്ട് നമ്മൾ കണ്ടത് പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചാണ്. ഇന്നത്തെ ദിവസം കൂട്ടായ്മയുടെ മാതൃകയായിട്ട് തിരുകുടുംബത്തെ നമുക്ക് വിശകലനം ചെയ്യാം, നമുക്ക് ധ്യാനിക്കാം. ഈശോയുടെ കുടുംബം തന്നെ കുടുംബജീവിതത്തിനെ, സമൂഹ ജീവിതത്തിനെ നമുക്ക് നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പ്രാർത്ഥനാപൂർവം മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിലെ തിരുക്കുടുംബത്തിൽ വരുന്ന ഒരു പ്രത്യേകമായ സാഹചര്യവും അതേ തുടർന്ന് ആ കുടുംബത്തിന് വരുന്ന പ്രതിസന്ധിയും നമ്മൾ വായിക്കുന്നുണ്ട്. ജ്ഞാനികളുടെ സന്ദർശനത്തിന് ശേഷം കർത്താവിൻ്റെ ദൂതൻ ഔസേപ്പിതാവിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയും, ശിശുവിനെയും അമ്മയെയും എടുത്ത് ഉടനെ തന്നെ ഈജിപ്തിലേക്ക് യാത്ര പുറപ്പെടുക എന്ന്. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായം 1-ാം തിരുവചനം സൂചിപ്പിക്കുന്നത് പോലെ, ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു എന്നുള്ള തിരുവെഴുത്ത് പൂർത്തിയാകാനായി ഇതാ തിരുകുടുംബം ഈജിപ്തിലേക്ക് യാത്രയാവുകയാണ്. അഭയാർത്ഥിയെപ്പോലെ ആ കുടുംബം തങ്ങൾക്കറിയാത്തൊരു നാട്ടിലേക്ക് ആ കുടുംബം യാത്രയാകുന്നത് തീർച്ചയായിട്ടും ദൈവപിതാവിലുള്ള വലിയ ശരണം വെച്ചുകൊണ്ട് തന്നെയാണ്. ഇനി ഒരുപക്ഷെ നമ്മൾ കുറേയും കൂടിയും ആഴമായിട്ട് ചിന്തിക്കേണ്ടത് ആ കുടുംബം, തിരുകുടുംബം, ഈശോയുടെ കുടുംബം, ഈശോയും മാതാവും ഉണ്ണീശോയും ഈജിപ്തിലെ ആയിരുന്ന ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ്. എത്ര കാലമെന്ന് കൃത്യമായിട്ട് സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നില്ല എങ്കിലും പാരമ്പര്യങ്ങളിൽ നിന്നുമൊക്കെ നാം മനസ്സിലാക്കുന്നത് ഏകദേശം 3 വർഷക്കാലമെങ്കിലും തിരുക്കുടുംബം ഈജിപ്തിൽ ഉണ്ടായിരിക്കണമെന്നാണ്. ഇതേ സൂചിപ്പിക്കുന്ന ചില ദേവാലയങ്ങളൊക്കെ ഇപ്പോഴും ഈജിപ്തിലുണ്ട്. വിശുദ്ധ നാടിൻ്റെ സന്ദർശന അവസരങ്ങളിലൊക്കെ അതൊക്കെ കാണാനായിട്ട് ഇടവരികയും ചെയ്യും. അങ്ങനെ ഒരു 3 വർഷക്കാലം ഒരു കുടുംബം ഒരു നാട്ടിൽ താമസിക്കുമ്പോൾ അവരെങ്ങനെയാണ് ജീവിച്ചിരിക്കുക, അവരുടെ ജീവസന്ധാരണ മാർഗം, അവരെങ്ങനെയാണ് ആ നാട്ടിലായിരിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് രസാവഹമായി നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. തീർച്ചയായിട്ടും ഔസേപ്പിതാവ് മരപ്പണിക്കാരനായിരുന്നു. ഔസേപ്പിതാവിനെക്കുറിച്ച് സുവിശേഷങ്ങളിൽ എഴുതിയിരിക്കുന്ന വാക്ക് ടെക്ടോൺ എന്നാണ്. ടെക്ടോൺ, ഒരു പ്രഗത്ഭനായ ഒരു മരപ്പണിക്കാരൻ. ഒരുപക്ഷേ ലോഹങ്ങളിലും അതുപോലെ തന്നെ കല്ലിലുമൊക്കെ പണിയാനായിട്ട് പ്രാഗൽഭ്യമുള്ള ഒരു പണിക്കാരൻ, സമർത്ഥനായൊരു പണിക്കാരൻ എന്നൊക്കെ ആ വാക്കുകൊണ്ട് സൂചനകളുണ്ട്. അപ്പോൾ ഈജിപ്തിലായിരിക്കുന്ന അവസരത്തിൽ ഔസേപ്പിതാവ് തൻ്റെ പ്രാഗൽഭ്യം, തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാനായിട്ട്, കുടുംബത്തെ പോറ്റാനായിട്ട് ഔസേപ്പിതാവ് അധ്വാനിച്ച് കാണണം, തൻ്റെ കൈകൾ കൊണ്ട് അധ്വാനിച്ച് കാണണം കുടുംബത്തെ മുന്നോട്ട് നയിക്കാനായിട്ട്. അങ്ങനെ ഔസേപ്പിതാവ് മുന്നോട്ട് പോയി കാരണം തീർച്ചയായിട്ടും സുവിശേഷങ്ങളിൽ നിന്നൊക്കെ ഈ സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഔസേപ്പിതാവ് നല്ലൊരു മരപ്പണിക്കാരനായിരുന്നു എന്ന് പിൻകാലത്ത് ഈശോ വളർന്നു വന്ന നസറത്ത് നാട്ടിലെ ചുറ്റുമുള്ളവരെ പറയുന്നതായിട്ടുള്ള സൂചനകൾ നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 55-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ. അപ്പോൾ ഔസേപ്പിതാവ് എന്നുള്ള ആ മരപ്പണിക്കാരൻ, സമർത്ഥരായ മരപ്പണിക്കാരൻ ആ നാട്ടുകാർക്ക് പ്രിയങ്കരനാണ്, പരിചിതനാണ്. ഈശോയെക്കുറിച്ചും അങ്ങനെ തന്നെ പറയുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 3-ാം വാക്യത്തിലെ അപ്പൻ്റെ തൊഴിൽ ചെയ്യുന്ന മകൻ എന്നുള്ള രീതിയിലെ ഈശോയെക്കുറിച്ച് പറയുന്നത് നാം വായിക്കുന്നുണ്ട്. ഈശോ ഇവൻ ഒരു മരപ്പണിക്കാരനല്ലേ എന്ന് ഈശോയുടെ സഹോദരങ്ങളെ ആ രീതിയിലൊക്കെ വർണ്ണിച്ചുകൊണ്ട് മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം
3-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഔസേപ്പിതാവ് ഈജിപ്തിലായിരുന്ന ആ സാഹചര്യത്തിലെ പ്രഗത്ഭനായി തൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ചുകൊണ്ട് ആ നാട്ടിലൊക്കെ സാവധാനം അറിയപ്പെട്ട് കാണണം നല്ലൊരു മരപ്പണിക്കാരനായിട്ട്. ടെക്ടോൺ അറിയപ്പെടുന്ന ഒരു പണിക്കാരനായിട്ട് ആ നാട്ടിൽ അറിയപ്പെട്ട് കാണണം. ആരെങ്കിലുമൊക്കെ തങ്ങളുടെ ജീവിത കാലഘട്ടത്തിലെ മറ്റൊരു നാട്ടിലേക്ക് കുടിയേറി പാർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ, പുതിയ നാട്ടിൽ ഒന്ന് വേരുറപ്പിക്കുക, ഒന്ന് അറിയപ്പെടുക, തങ്ങൾ ആരാണെന്ന് ആ നാട്ടിലൊന്ന് പ്രസിദ്ധി ആർജിക്കുക. ആ ഒരു 3 വർഷക്കാലം കൊണ്ട് ഔസേപ്പിതാവിനെക്കുറിച്ച് ഈ തരത്തിലുള്ളൊരു ഖ്യാതി ആ ഈജിപ്ത് നാട്ടിൽ വന്നു കാണണം. മാതാവിനെക്കുറിച്ചും നാം മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ പാരമ്പര്യങ്ങളിൽ നിന്നൊക്കെ മാതാവും ഇതുപോലെ തന്നെ സമർത്ഥയായ ഒരു തയ്യൽക്കാരിയായിരിക്കണം. മുഴുവൻ സൂചനകൾ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല എങ്കിലും ഈശോയുടെ കുരിശുമരണത്തോടനുബന്ധിച്ചുകൊണ്ട് ഈശോ ധരിച്ച വസ്ത്രത്തെക്കുറിച്ചും മേലങ്കിയെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള സൂചനകൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 23-ാം തിരുവചനങ്ങൾ മുതൽ നമ്മൾ ഇപ്രകാരമാണ് അവിടെ വായിക്കുന്നത്. അവൻ്റെ വസ്ത്രങ്ങൾ അവർ 4ആയി ഭാഗിച്ചു, അവൻ്റെ അങ്കിയാകട്ടെ അവർ എടുത്തു, അതാകട്ടെ തുന്നലില്ലാതെ മുകൾ മുതൽ അടിവരെ നെയ്തുണ്ടാക്കിയതായിരുന്നു. ആകയാൽ അവർ പരസ്പരം പറഞ്ഞു, നമുക്കത് കീറേണ്ട, പകരം അത് ആരുടേതായിരിക്കുമെന്ന് നമുക്ക് കുറിയിട്ട് തീരുമാനിക്കാം. എൻ്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു, എൻ്റെ അങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് പടയാളികൾ ഇപ്രകാരം ചെയ്തത് എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 23 മുതലുള്ള തിരുവചനങ്ങളിലെ നമ്മൾ വായിക്കുന്നുണ്ട്. വ്യക്തമായൊരു സൂചന, ഈശോ ധരിച്ചിരുന്നൊരു വസ്ത്രം നല്ല വസ്ത്രമായിരിക്കണം. ഈശോയുടെ അങ്കി മേലങ്കി അത് വളരെ വിശേഷപ്പെട്ടതായിരിക്കണം. ഇല്ല എങ്കിലേ അത് 4ആയി കീറാൻ, ഇല്ല എങ്കിലേ അങ്ങനെയൊരു അങ്കി ലഭിക്കാനായിട്ട് പടയാളികൾ കുറിയിടാൻ സാധ്യതയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അത് വളരെ വിശേഷപ്പെട്ടതായിരിക്കണം, വിലയേറിയതായിരിക്കണം, വിശേഷപ്പെട്ടതായിരിക്കണം ഈശോയുടെ വസ്ത്രങ്ങൾ എന്നുള്ളൊരു സൂചന ഇതിൽ നിന്ന് ഒരുപക്ഷെ നമുക്ക് അനുമാനിച്ചെടുക്കാം. പാരമ്പര്യങ്ങളിൽ നിന്നൊക്കെ ഒരുപക്ഷെ ഈ ധരിച്ചിരുന്നൊരു വസ്ത്രം, ഈശോ ധരിച്ചിരുന്നൊരു വസ്ത്രം അത് പരിശുദ്ധ അമ്മ തന്നെ നെയ്തുണ്ടാക്കിയൊരു വസ്ത്രമായിരിക്കാം എന്നുള്ള ചില സൂചനകൾ പാരമ്പര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും പരിശുദ്ധ അമ്മയെക്കുറിച്ച് ലഭ്യമായ ചില ചിന്തകളുടെ പാരമ്പര്യങ്ങളുടെയൊക്കെ വെളിച്ചത്തിലെ ഒരു സമർത്ഥയായ നെയ്ത്തുകാരി, തയ്യൽപ്പണി നന്നായിട്ട് അറിയാവുന്ന ഒരു വീട്ടമ്മ. അപ്പോൾ ഇവിടെയും നമുക്ക് ലഭിക്കുന്നൊരു സൂചന, ഈജിപ്തിലായിരുന്ന സമയത്തും തീർച്ചയായിട്ടും തൻ്റെ തിരുക്കുമാരനെ ഉണ്ണീശോയെ ശുശ്രൂഷിച്ചതിന് ശേഷം ലഭ്യമായ സമയം ഒരുപക്ഷെ ചെറിയ രീതിയിലെ ഈ തരത്തിലും പരിശുദ്ധ അമ്മ അങ്ങനെ ചുറ്റുപാടുകളുമൊക്കെ അറിയപ്പെട്ട് കാണണം. നല്ലൊരു തയ്യൽക്കാരിയായിട്ട് നെയ്ത്തുകാരിയായിട്ടൊക്കെ പരിശുദ്ധ അമ്മ ആ രീതിയിലെ അറിയപ്പെട്ട് കാണണം എന്ന് നാം ഊഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് തിരുകുടുംബം നമുക്ക് നൽകുന്ന ആദ്യത്തെ ഒരു സന്ദേശം, ഈശോയ്ക്ക് വേണ്ടി അധ്വാനിക്കുക. ഈശോ ഏൽപ്പിച്ച ജീവിത നിയോഗങ്ങൾ അത് സന്തോഷത്തോടു കൂടി നമ്മൾ ചെയ്യുക. തമ്പുരാൻ ഒരുപക്ഷെ തിരുക്കുടുംബത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മെ ആദ്യമായിട്ട് പഠിപ്പിക്കുന്നത് അലസത ഉപേക്ഷിക്കുക, ഏൽപ്പിച്ച ജോലികൾ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുക. നാം വായിക്കുന്നുണ്ട് സങ്കീർത്തനം 128:2 ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്, നിൻ്റെ അധ്വാന ഫലം നീ അനുഭവിക്കും, നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. അധ്വാനിക്കാനാണ് ഈശോ തിരുക്കുടുംബത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നമ്മോട് പറയുന്നത്. അപ്പോൾ കൂട്ടായ്മയുടെ ആദ്യത്തെ ഒരു ഘടകം ഒരുമിച്ച് ഒരു മനസ്സോടുകൂടി അധ്വാനിക്കുക എന്നുള്ളതാണ്. അത് കൂട്ടായ്മ വർദ്ധിപ്പിക്കാൻ തീർച്ചയായിട്ടും ഇടവരുത്തും. എ ടീം വർക്ക് ബിൽഡ്സ് എ ടീം എന്ന് ആധുനിക ചിന്തകന്മാരും ആധുനിക നമ്മളുടെ ഈ തരത്തിലുള്ള ട്രെയിനിങ് കൊടുക്കുന്നവരൊക്കെ പലപ്പോഴും നമ്മോട് പറയാറുണ്ടല്ലോ, എ ടീം വർക്ക് ബിൽഡ്സ് എ ടീം. ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ അത് ആ കൂട്ടായ്മയെ വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ സുഭാഷിതം 21-ാം അധ്യായം 25-ാം തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നു, അലസത ഉപേക്ഷിക്കാൻ. അലസൻ്റെ ആഗ്രഹങ്ങൾ അവനെ കൊന്നുകളയുന്നു, എന്തെന്നാൽ അവൻ്റെ കരങ്ങൾ അധ്വാനിക്കാൻ വിസമ്മതിക്കുന്നു. സ്നേഹമുള്ളവർ, നമ്മുടെയൊക്കെ ഉള്ളിലൊരു അലസതയുണ്ട്.
ആ അലസത ഒരു മൂലപാപമാണ് തീർച്ചയായിട്ടും. അതിനെ തോൽപ്പിക്കാനായിട്ട് ദൈവാത്മാവിൻ്റെ പ്രേരണ കൊണ്ട് അതിനെ തോൽപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സ്വന്തം ജീവിത നിയോഗങ്ങൾ, ഈശോ ഏൽപ്പിച്ചിട്ടുള്ള ജീവിത നിയോഗങ്ങൾ സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കാനും അത് അധ്വാനിക്കാനും അത് ഈശോ ഏൽപ്പിച്ച പോലെ ഈശോ നമ്മോട് ആവശ്യപ്പെടുന്ന പോലെ സന്തോഷത്തോടു കൂടി നിർവഹിക്കാനും മരപ്പണിക്കാരനായ ഔസേപ്പിതാവും നന്നായിട്ട് ഒരുപക്ഷെ നെയ്തുണ്ടാക്കുന്ന തയ്യൽക്കാരിയായ ആ രീതിയിൽ ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാം. പരിശുദ്ധ അമ്മയും തിരുക്കുടുംബം ഇന്ന് നമ്മോട് ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 10 മുതൽ 12 വരെ നമ്മോട് കൃത്യമായിട്ട് പറയുകയാണ് ഈ അലസതയ്ക്കെതിരെ. ഞങ്ങൾ നിങ്ങളോടുകൂടി ആയിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്കൊരു കൽപ്പന നൽകി. എന്താണ് കൽപ്പന? അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ, എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും എന്നാൽ ഒരു പ്രവൃത്തിയും ചെയ്യാതെ സുഖമായി അലസരായി കഴിയുകയും ചെയ്യുന്ന ചിലർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് ഞങ്ങൾ കേൾക്കുന്നു. അത്തരം ആളുകളോട് കർത്താവായ യേശുവിൽ ഞങ്ങൾ കൽപ്പിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. അവർ ശാന്തരായി ജോലി ചെയ്ത് അപ്പം ഭക്ഷിക്കട്ടെ. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ സന്തോഷപൂർവ്വം നിർവഹിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ പരിശുദ്ധ തിരുക്കുടുംബം നമുക്ക് നൽകുന്ന ആദ്യത്തെ ഒരു ചിന്ത ഇതാണ്: നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, ദൈവനിയോഗങ്ങൾ സന്തോഷപൂർവ്വം അത് നിർവഹിക്കാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈശോയോട് ചെയ്യാം, ഈശോയോട് പ്രാർത്ഥിക്കാം. ഒരുപക്ഷേ നമ്മുടെ ഉള്ളിലുള്ള അലസതയെ തോൽപ്പിക്കാനായിട്ട് നാം നമ്മോട് തന്നെ ഒരുപക്ഷെ യുദ്ധം ചെയ്യേണ്ടതുണ്ട്. ആ യുദ്ധത്തിൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ വലിയ സഹായം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായേ തീരൂ. എൻ്റെ പിതാവ് എപ്പോഴും അധ്വാനിക്കുന്നു, ഞാനും എപ്പോഴും പ്രവർത്തന നിരതനാണ് എന്ന് ഈശോ പറയുന്നത് അതുകൊണ്ടാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നിറയുമ്പോൾ അധ്വാനിക്കാനായിട്ട്, ഈശോ ഏൽപ്പിച്ച ജീവിത നിയോഗങ്ങൾ സന്തോഷത്തോടു കൂടി ചെയ്യാനായിട്ട് നമുക്ക് എന്തെന്നില്ലാത്തൊരു ഉത്സാഹം നമ്മുടെ ജീവിതത്തിൽ നിറയും. ആ ഉത്സാഹവും സന്തോഷവും കൊണ്ട് വേണം നമ്മുടെ ജീവിതത്തിലെ നിയോഗങ്ങൾ, അധ്വാനങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട്. അധ്വാനം ഒരു ഭാരമല്ല എൻ്റെ പ്രിയമുള്ളവരെ. അധ്വാനം ഒരു തീർച്ചയായിട്ടും മടുപ്പുളവാക്കുന്നൊരു യാഥാർത്ഥ്യമല്ല. ഈശോ ഏൽപ്പിച്ച ഒരു ജീവിത നിയോഗമായിട്ട് ഞാൻ ചെയ്യേണ്ട പ്രവൃത്തികൾ ഞാൻ ചെയ്യുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനമുണ്ടാകും, അവിടെ പുതുജീവനുണ്ടാകും. ഓരോ ജോലിയും ഇന്നലെ ചെയ്ത ജോലി തന്നെയാണ് ഞാൻ വീണ്ടും ചെയ്യുന്നത് എങ്കിലും അത് പുതുമയോടെ, അത് സന്തോഷത്തോടെ, ചൈതന്യത്തോടെ, ഈശോ ആഗ്രഹിക്കുന്ന ആർജവത്വത്തോടു കൂടെ നിർവഹിക്കാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കും. ഇതാണ് തിരുക്കുടുംബം ആദ്യം നമുക്ക് നൽകുന്ന സന്ദേശം. ഇനിയൊരു പക്ഷേ തിരുക്കുടുംബത്തിൽ വന്നൊരു പ്രതിസന്ധി നമുക്കൊന്ന് വിശകലനം ചെയ്യാം. കുറച്ച് കാലങ്ങൾക്ക് ശേഷം കർത്താവിൻ്റെ ദൂതൻ വീണ്ടും ഔസേപ്പിതാവിനോട് പറയുകയാണ്, തിരിച്ച് മടങ്ങുക, തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുക എന്ന് കർത്താവിൻ്റെ ദൂതൻ വീണ്ടും പറയുകയാണ്. ഹെറോദസിൻ്റെ മരണശേഷം നമ്മൾ വായിക്കുന്നു മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങളിലെ കർത്താവിൻ്റെ ദൂതൻ യൗസേപ്പിനെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക, ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു എന്ന്. അതൊരു പ്രതിസന്ധി ഒരുപക്ഷേ തിരുക്കുടുംബത്തിലെ സൃഷ്ടിച്ചിട്ടുണ്ടാകില്ലേ? ഇപ്രകാരം ചിന്തിക്കൂ. നാം ഒരു പുതിയ നാട്ടിലെത്തി, ആ നാട്ടിൽ കുറച്ച് കാലഘട്ടം കൊണ്ട് ആ നാട്ടിൽ നമ്മെക്കുറിച്ചൊരു സൽപ്പേര് ഉണ്ടാകുന്നു, ആ നാട്ടിലൊരു വേരോട്ടം ഉണ്ടാകുന്നു, ആ നാട്ടിൽ നമ്മൾ അറിയപ്പെട്ടു തുടങ്ങുന്നു, ആ നാട് നമുക്കൊരു ഉപജീവനം നൽകുന്നു. അങ്ങനെ വരുമ്പോഴാണ് വീണ്ടും കർത്താവിൻ്റെ ദൂതൻ ഔസേപ്പിതാവിന് മാത്രം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്നത്, മടങ്ങുക. ഔസേപ്പിതാവ് ഇത് മാതാവിനോട് പറഞ്ഞപ്പോൾ മാതാവിൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള ചിന്തകൾ ഒരുപക്ഷെ എന്തായിരിക്കാം? ഒന്ന്, തീർച്ചയായിട്ടും സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നതിൻ്റെ ഒരു സന്തോഷം. പക്ഷെ അതോടൊപ്പം തന്നെ ഒരുപക്ഷെ നാം ഈ നാട്ടിലൊക്കെ ഒന്ന് പച്ച പിടിച്ച് തുടങ്ങിയതല്ലേ, ഉടനെ തന്നെ പോകേണ്ടതുണ്ടോ? വീണ്ടും നാട്ടിൽ പോകുമ്പോൾ ഇനി എന്ത് ചെയ്യാൻ? ഒരു അരക്ഷിതമായിട്ടുള്ളൊരവസ്ഥയിലേക്കല്ലേ പോകുന്നത്. ആ പോകുമ്പോഴും വീണ്ടും ചില തീരുമാനങ്ങളിലെ മാറ്റങ്ങൾ നാം കാണുന്നുണ്ട്. ആദ്യം ഒരുപക്ഷെ തിരുക്കുടുംബം ആകാൻ ആഗ്രഹിക്കുക യൂദയായിലാണ്. പക്ഷേ
നാം വായിക്കുന്നു, മകൻ അർക്കലേവൂസാണ് പിതാവായ ഹെറോദോസിൻ്റെ സ്ഥാനത്ത് യൂദയായിൽ ഭരിക്കുന്നതെന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകാൻ ജോസഫിന് ഭയമായി. സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് അവൻ ഗലീലി പ്രദേശത്തേക്ക് പോയി. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ വഴി അരുൾ ചെയ്യപ്പെട്ടത് നിവൃത്തിയാകാൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ അവൻ ചെന്ന് പാർത്തു. അവിടെയും യൂദയായിൽ താമസിക്കുന്നതിന് പകരം നസ്രത്തിൽ പോയി പാർക്കുന്നു. യൂദയായുടെ തലസ്ഥാനം ജെറൂസലം, ഇസ്രായേലിലെ തലസ്ഥാനം ജെറൂസലം. ജെറൂസലേമിനെയും നസ്രത്തെയും നമ്മളൊന്ന് താരതമ്യ പഠനം നടത്തിയാൽ, നസ്രത്ത് ഏതാണ്ട് ഒരു പക്ഷേ ഈശോയുടെ കാലഘട്ടത്തിലെ 300 പേരൊക്കെ താമസിക്കുന്ന, യൂദർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു കൊച്ചു ഗ്രാമം നസ്രത്ത്. പക്ഷേ ജെറൂസലം അങ്ങനെയാണോ? യൂദയായുടെ തലസ്ഥാനമായ ജെറൂസലം അങ്ങനെയാണോ? അവിടെ ഒരുപക്ഷെ 80,000 പേരെങ്കിലും താമസിക്കുന്നുണ്ട്. തിരുനാൾ സാഹചര്യങ്ങളിലൊക്കെ ഈശോയുടെ കാലഘട്ടത്തിൽ തന്നെ 2.5-3 ലക്ഷം ജനങ്ങൾ ഒരുമിച്ച് പാർക്കുന്ന സമൃദ്ധിയുടെ പ്രതീകമായിട്ടുള്ള നാടിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ജെറൂസലം, അവിടേക്ക് പോകാനാണ് ഒരുപക്ഷെ ആദ്യം ഔസേപ്പിതാവ് തീരുമാനം എടുക്കുന്നത്, യൂദായിലേക്ക്. പക്ഷെ അങ്ങോട്ട് പോകാതെ പിന്നീട് ഒരു ചെറിയ അറിയപ്പെടാത്ത ഒരു കുഗ്രാമം എന്നുള്ള രീതിയിലുള്ള നസ്രത്തിലേക്ക് പോകാനായിട്ട് ഔസേപ്പിതാവ് പറയുമ്പോൾ ഒരുപക്ഷെ മാതാവിൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും? മാതാവ് എങ്ങനെയാണ് സ്വീകരിച്ചിട്ടുണ്ടാകുക? തീർച്ചയായിട്ടും നസ്രത്ത് മാതാവിൻ്റെ സ്ഥലം തന്നെയാണ്, അവരുടെ തന്നെ കുടുംബസ്ഥലമാണ്, അങ്ങോട്ട് പോകുന്നതിന് സന്തോഷമുണ്ടാകും. പക്ഷേ ഒരു ഏറ്റവും സന്തുഷ്ടത ലഭിക്കുന്ന, ഐശ്വര്യമുണ്ടാകുന്ന, ഭൗതിക തലത്തിലെ സമൃദ്ധി ഉണ്ടാകുന്നൊരു സ്ഥലത്തേക്ക് പോകാതെ തിരുകുടുംബം യാത്രയാകുന്നത് ദാരിദ്ര്യത്തിൻ്റെ ഒരു മേഖലയിലേക്കാണ്. അത് മാതാവും ഔസേപ്പിതാവും സ്വപ്നത്തിൽ ലഭിച്ച നിർദ്ദേശത്തിൻ്റെയും ഒരുമിച്ചാലോചിച്ചതിൻ്റെയും വെളിച്ചത്തിലെ ഒരു മനസ്സോടുകൂടി മാതാവും ഔസേപ്പിതാവും ആ തീരുമാനങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് തിരുക്കുടുംബം നമ്മെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ വലിയൊരു സത്യം. പ്രിയമുള്ളവരെ, കുടുംബജീവിതങ്ങളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, സ്വാഭാവികമാണ്. എനിക്ക് എൻ്റെ തലയുണ്ട്, ആ തല ഉപയോഗിച്ച് ഞാൻ ചിന്തിക്കുന്നു. ആ ചിന്തിക്കുമ്പോൾ എനിക്ക് എൻ്റെ അഭിപ്രായമുണ്ട്. എൻ്റെ സമൂഹത്തിലെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ചിന്തകളും അതിൻ്റെ വെളിച്ചത്തിൽ അതിൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങളുമുണ്ട്. കുടുംബത്തിലും അങ്ങനെ തന്നെ. ഭാര്യയ്ക്ക് ഭാര്യയുടേതായ ചിന്ത, അഭിപ്രായം. ഭർത്താവ് വളർന്നു വന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തം, നോക്കിക്കാണുന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തം. അവരുടേതായ സ്വന്തമായ അഭിപ്രായം ഭർത്താവിനുമുണ്ടാകാം. മക്കൾക്ക് അവർ വളർന്നു വരുമ്പോൾ അവരുടേതായ ചിന്തയുടെ വെളിച്ചത്തിലെ, അവരുടെ വളർത്തലിൻ്റെ സാഹചര്യത്തിലെ, അവരുടെ അന്തരീക്ഷത്തിൻ്റെ സാഹചര്യത്തിലെ, അവരുടെ അറിവിൻ്റെ വെളിച്ചത്തിലെ അവരുടെ തീരുമാനങ്ങളിലും വ്യതിയാനങ്ങൾ ഉണ്ടാകാം. അത് സ്വാഭാവികമാണ്. പക്ഷേ അങ്ങനെ വരുമ്പോഴൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ തിരുക്കുടുംബം നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യം എന്താ? അത് ഒരുമിച്ചൊരു മനസ്സോടുകൂടി കർത്താവിനോട് ആലോചന ചോദിച്ചേ തീരുമാനമെടുക്കാനാണ്. അപ്പോൾ അതിന് 1-2 സ്റ്റെപ്പുകളുണ്ട് എൻ്റെ പ്രിയമുള്ളവർ. ആദ്യത്തെ സ്റ്റെപ്പ്, നമ്മുടെ കുടുംബങ്ങളിൽ കലഹങ്ങൾ നിത്യസംഭവമാകാതിരിക്കാൻ, അഭിപ്രായ ഐക്യത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപക്ഷേ ആദ്യം വേണ്ട ഒരു കാര്യം, നമ്മുടെ ചിന്തകളെക്കുറിച്ച്, നമ്മുടെ അഭിപ്രായങ്ങളെക്കുറിച്ച് കർത്താവിൻ്റെ മുമ്പിൽ വയ്ക്കാനായിട്ട്, കർത്താവിനോട് ആലോചന ചോദിക്കാനായിട്ട്, യു ആസ്ക് ദ ലോർഡ്, യു പോണ്ടർ ബിഫോർ ദ ലോർഡ്. ഇത് കർത്താവിനോട് ആലോചന ചോദിക്കാനായിട്ട് നാം നമ്മെ തന്നെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഇല്ലായെങ്കിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മുടെ കുടുംബങ്ങളെ തകർത്ത് കളയുകയാണ്. ഇന്ന് ഒത്തിരിയേറെ ക്രൈസ്തവ കുടുംബങ്ങൾ ഛിന്ന ഭിന്നമായിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ആ വേദനയിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ഒരുപക്ഷെ വളരെ വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി, ഒരുപക്ഷെ ഒന്ന് ഒരുമിച്ച് തമ്പുരാൻ്റെ തിരുസന്നിധിയിലെ ആലോചന ചോദിച്ചിരുന്നെങ്കിൽ തീരുമായിരുന്ന ഒത്തിരിയേറെ കുടുംബങ്ങൾ ആ കൊച്ചു തർക്കത്തെ പ്രതി ആ തർക്കങ്ങൾ മുറുകി അത് വലിയ ഈഗോ ക്ലാഷുകളായി അവസാനം പിരിയുന്ന, തിരുകുടുംബം പോലെ സന്തോഷത്തിൽ ജീവിക്കേണ്ട കുടുംബങ്ങൾ ഇന്ന് വേർപിരിഞ്ഞ് വേദനിക്കുന്ന അവസ്ഥകൾ, മക്കൾ സഹിക്കുന്ന അവസ്ഥകൾ,
തകർക്കപ്പെട്ട കുടുംബങ്ങളിൽ വേദനിക്കുന്ന മക്കളുടെ അവസ്ഥകൾ. ഇത് കണ്ടുകൊണ്ടാണ് അച്ഛൻ പറയുന്നത്, ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്, മാനുഷികമാണ്. അതിന് ഈശോയോട് ആലോചന ചോദിക്കാനായിട്ട്, തമ്പുരാന് തിരുമുമ്പിൽ ആലോചന ചോദിക്കാനായിട്ട് നാം പഠിച്ചെടുക്കേണ്ടതുണ്ട്. കൃത്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഔസേപ്പിതാവിനെക്കുറിച്ച് നാം കാണുന്നു. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 20-ാം തിരുവചനം ഔസേപ്പിതാവിനെക്കുറിച്ച് പറയുന്നത്, ഔസേപ്പിതാവിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ആദ്യത്തെ വലിയൊരു പ്രതിസന്ധി, ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിലെ അവൻ അതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ പറയത്ത് ഉപേക്ഷിക്കണമോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ചാണ്. അത് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണാം ആ പ്രതിസന്ധിയെക്കുറിച്ച്. ഔസേപ്പിതാവ് എന്നുള്ള നീതിമാനെക്കുറിച്ച് ആഴത്തിൽ നമുക്ക് അതേക്കുറിച്ച് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ നാം ഗ്രഹിക്കേണ്ട ഒരു കാര്യം, ആലോചിച്ചു കൊണ്ടിരിക്കുക. തിടുക്കത്തിൽ എടുത്തു ചാടി എൻ്റെ ഇഷ്ടം, എനിക്ക് തോന്നിയത്, ഞാൻ പറഞ്ഞത് ശരി അല്ല, അതല്ല ഈശോ തിരുക്കുടുംബത്തിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം. ആലോചിച്ചു കൊണ്ടിരിക്കുക, അതേക്കുറിച്ച് ചിന്തിക്കുക, തമ്പുരാൻ്റെ മുമ്പിലെ ആലോചിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഈശോ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് വെളിപ്പെടുത്തി തരിക എന്ന് നാം നമ്മുടെ മനസ്സുകളെ പഠിപ്പിക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, സങ്കീർത്തനം 119:15 നാം ഇത് വായിക്കുന്നു, ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെപ്പറ്റി ധ്യാനിക്കുകയും അങ്ങയുടെ മാർഗത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുകയും ചെയ്യുമെന്ന്. അങ്ങയുടെ പ്രമാണങ്ങളെക്കുറിച്ച് ധ്യാനിക്കുക, ചിന്തിക്കുക, അതേക്കുറിച്ച് ചിന്തിക്കുക, എടുത്തു ചാടി ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നാം വായിക്കുന്നു സങ്കീർത്തനം 64:9, അപ്പോൾ സകലരും ഭയപ്പെടും, അവർ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പ്രഘോഷിക്കും, അവിടുത്തെ ചെയ്തികളെക്കുറിച്ച് ധ്യാനിക്കും. പോണ്ടർ ഓവർ ഇറ്റ്. എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ തമ്പുരാൻ്റെ മുമ്പിൽ വെച്ച് ധ്യാനിക്കാനായിട്ട്, തമ്പുരാനോട് ആലോചന ചോദിക്കാനായിട്ട് നാം നമ്മുടെ മനസ്സുകളെ പഠിപ്പിക്കേണ്ടതുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, തമ്പുരാൻ്റെ തിരുമുമ്പിൽ നാം ചോദിക്കണം, എടുത്തു ചാടി ചെയ്യല്ലേ, അത് കലഹങ്ങൾ ഉണ്ടാക്കും. തീർച്ചയായിട്ടും നമുക്കറിയാം, സുഭാഷിതം 15-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, മുൻകോപി കലഹം ഇളക്കിവിടുന്നു, ക്ഷമാശീലൻ അത് ശമിപ്പിക്കുന്നു. മനസ്സുകൾക്ക് ശാന്തത വരട്ടെ. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നമ്മൾ പറയുകയാണെങ്കിലും ശാന്തതയോടെ പറയാൻ, എൻ്റെ കുടുംബത്തിന് നന്മയല്ലേ, ഒരുപക്ഷേ അത് ഞാൻ പറഞ്ഞതാകണമെന്നില്ല, എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞതാകാം, ഞാൻ പറഞ്ഞത് തന്നെ നടക്കണമെന്നില്ലല്ലോ കുടുംബത്തിൻ്റെ നന്മയ്ക്ക്. ആ തലങ്ങളിലേക്ക് എൻ്റെ വാശിയല്ല, എൻ്റെ കുടുംബത്തിൻ്റെ നന്മയാണ്, അതിലേക്ക് നമ്മുടെ മനസ്സുകൾ വളരട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, യാക്കോബ് ശ്ലീഹ 1-ാം അധ്യായം 19-ാം തിരുവചനത്തിലെ നമ്മോട് ആവശ്യപ്പെടുന്നൊരു കാര്യം നിങ്ങൾ ഓർക്കണം, നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കാട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരുമായിരിക്കണം. ഒരു മന്ദഗതി കോപിക്കുന്നതിൽ, ഇതിൻ്റെ കൃത്യം ഓപ്പോസിറ്റാണ് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുടുംബങ്ങൾ തകരുന്നത് അതുകൊണ്ടാണ്. നമുക്ക് സംസാരിക്കുന്നത് തിടുക്കം, കേൾക്കാൻ ഇഷ്ടമില്ല. കോപം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്കിൻ്റെ അറ്റത്താണോ നാക്കിൻ്റെ അറ്റത്താണോ എന്നുള്ളതാണ് സംശയം. മിണ്ടിയ ദേഷ്യപ്പെടാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, തിരുക്കുടുംബത്തോട് നമുക്കിന്ന് പ്രാർത്ഥിക്കുക, ആലോചന ചോദിക്കുക, കർത്താവിനോട് ആലോചന ചോദിക്കുക. ഞാൻ പറഞ്ഞു തന്നെ ശരി എന്ന് പറഞ്ഞു നിൽക്കാതെ, തിരുക്കുടുംബം ഇന്ന് നമ്മോട് ആവശ്യപ്പെടുന്ന അതാണ്. മാതാവും ഔസേപ്പിതാവും നമ്മോട് ആവശ്യപ്പെടുന്ന അതാണ്. ഒന്ന്, അധ്വാനിച്ച് ജീവിക്കാനായിട്ട് ഈശോ ഏൽപ്പിച്ച നിയോഗങ്ങൾ സന്തോഷത്തോടു കൂടി, അത് ഭാരമല്ല, സന്തോഷത്തോടു കൂടി ഈശോയ്ക്ക് വേണ്ടി നിർവഹിക്കുക. എപ്പോഴെങ്കിലും അത് ഭാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈശോയുടെ അരികിലേക്ക് നമുക്ക് ചെല്ലാം. ഈശോ നമ്മോട് പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരെ ഭാരം ചുമക്കുന്നവർ നിങ്ങൾ എൻ്റെ അരികിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആ ആശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ടായാൽ നമ്മുടെ അധ്വാനങ്ങൾ വി വിൽ എൻജോയ് അവർ വർക്ക്. 2, ഈശോ നമ്മോട് പറയുന്നത്, എൻ്റെ അഭിപ്രായമാകണമെന്നില്ല, എൻ്റെ കുടുംബത്തിന് നന്മ. ആലോചിക്കുക, ഈശോയുടെ മുമ്പിലിരുന്ന് ആലോചിക്കുക, പ്രാർത്ഥനയിൽ ആലോചിക്കുക. അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികം, പക്ഷേ അഭിപ്രായ ഐക്യത്തിലേക്ക് തിരുക്കുടുംബത്തിന് മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കും. തിരുക്കുടുംബം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.